കഴിഞ്ഞ 6.5 വർഷമായിട്ട് പല നിയോജകമണ്ഡലത്തിൽ നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. റോഡ്, വെള്ളം, വെളിച്ചം ഇത് മൂന്നും ജനങ്ങളുടെ അവകാശമാണ്. അത് ജനങ്ങളിലേക്ക് എത്തി. ആ ഒരു പ്രചരണമാണ്, ആ ഒരു പ്രവർത്തനമാണ് നമുക്ക് കഴിഞ്ഞ ഇലക്ഷൻ ഗുണകരമായി വന്നത്. സാധാരണ ഒരു ഇലക്ഷൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ത്രികോണമില്ല, എല്ലാ തവണയും ത്രികോണമല്ല. BJP ഉണ്ട്, കേരള കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തവണ LDF ഉണ്ടായിരുന്നു, UDFിൻ്റെതായിട്ട് ഞാനും ഉണ്ടായിരുന്നു. ആ സെയിം മത്സരം നടക്കുന്നു. അത് കഴിഞ്ഞൊന്നും എനിക്ക് തോന്നുന്നു. ഈ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ കേരള ജനത തയ്യാറായിരിക്കുകയാണ്. നമസ്കാരം. പാലാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ ആദ്യഘട്ട പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പാലായിലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കോട്ട തകർത്ത് കഴിഞ്ഞ 6.5 വർഷം പാലായെ നയിച്ച ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശ്രീ മാണി സി കാപ്പൻ എനിക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. കഴിഞ്ഞ 6.5 വർഷമായിട്ട് പല നിയോജകമണ്ഡലത്തിൽ നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ഗ്രാമീണ ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതായത് ഗ്രാമീണ റോഡുകൾ ഇവിടെ വളരെ ദയനീയമായിരുന്നു. റോഡ്, വെള്ളം, വെളിച്ചം ഇത് മൂന്നും ജനങ്ങളുടെ അവകാശമാണ്. അത് ജനങ്ങളിലേക്ക് എത്തി. ആ ഒരു പ്രചരണമാണ്, ആ ഒരു പ്രവർത്തനമാണ് നമുക്ക് കഴിഞ്ഞ ഇലക്ഷൻ ഗുണകരമായി വന്നത്. അപ്പം ഈ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ ആദ്യ ഘട്ട ഓടിയെത്തിയോ? ഇത് ഞാനങ്ങനെ ഒരു ഓട്ടം ആരംഭിച്ചില്ല. കാരണം ഞാൻ സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഏത് മരിച്ച വീടുണ്ടെങ്കിലും, ഏത് കല്യാണ വീടുണ്ടെങ്കിലും, ഏത് വിളിക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും കൃത്യസമയത്ത് നമ്മൾ ചെല്ലുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി അങ്ങനെ ഒരു പ്രചരണത്തിൻ്റെ, സാധാരണ ഒരു ഇലക്ഷൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ 21-ാം തീയതി കൺവെൻഷൻ നടത്തുന്നുണ്ട്. 21-ാം തീയതി കൺവെൻഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഒരു പ്രകടനത്തോടു കൂടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. 21-ാം തീയതി രാവിലെയാണ് നോമിനേഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 24-ാം തീയതി സ്കൂട്ടനി, 26, 27 അങ്ങനെ സ്ഥാനാർത്ഥി പര്യടനം. അപ്പോഴേ നമ്മൾ സജീവമായി രംഗത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇത്തവണ ഈ പ്രചരണത്തിനുള്ള ദിവസങ്ങൾ കുറവാണല്ലോ. അത് ഏറ്റവും നന്നായി. എനിക്ക് സന്തോഷമാണ്. ഇച്ചിരി ദിവസം കുറച്ചായിരുന്നു അത്രയും നല്ല എന്നുള്ള അഭിപ്രായക്കാരുടെ. മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ് നമ്മൾ ഇവരോട് ഒത്തു നിൽക്കുകയല്ലേ ഇത്രയും വർഷമായിട്ട്. ഒത്തു നിൽക്കുന്നു. ഇവിടെ രാവിലെ ഞാൻ 6:30 കഴിയുമ്പോഴത്തേനും ഇവിടെ പുറത്ത് വന്നിരിക്കും. ആരും വന്നാലും അവരെ കൂടെ ഇരുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ അപ്പം തന്നെ പറ്റും. ഇല്ല 10 മണിക്ക് വിളിച്ചാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കിട്ടുള്ളെങ്കിൽ അന്നേരം വിളിച്ചിട്ട് അവരെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ ഇവിടെ 52 വർഷമായിട്ട് MLA ഓഫീസില്ലായിരുന്നു. കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നൊരു ഓഫീസുണ്ട്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുണ്ട്. എല്ലാവരും നല്ല ഭംഗിയായി പണിയെടുക്കുന്നു. ആളുകൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇതുവരെ ഏതാണ്ട് 20,000-ഓളം ആളുകൾ ഓഫീസിൽ വന്നിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക്. അതിൽ 70% ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഏതാണ്ട് 14 കോടിക്ക് മേളിൽ അതെൻ്റെ ഓഫീസിൽ നിന്ന് ആൾ പോവുമായിരുന്നു. സാധാരണ അക്ഷയ വഴി രജിസ്റ്റർ ചെയ്താൽ ഡിലേ വരും. ഓഫീസിൽ നിന്ന് ആൾ പോയി അവിടെ പോയിരുന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ശക്തമായ ത്രികോണ മത്സരമാവുമോ പാലയിലുണ്ടാവുക? ഇവിടെ ഒരു ത്രികോണമില്ല, എല്ലാ തവണയും ത്രികോണമല്ല. BJP ഉണ്ട്, കേരള കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തവണ LDF ഉണ്ടായിരുന്നു, UDFിൻ്റെതായിട്ട് ഞാനും ഉണ്ടായിരുന്നു. ആ സെയിം മത്സരം നടക്കുന്നു. അത് കഴിഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കേരളവും പാലായും UDFിനെ പിന്തുണയ്ക്കുമെന്നുള്ളൊരു കടുത്ത വിശ്വാസമുണ്ട്. കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറുണ്ട്. ഈ പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിപ്പ വന്നു, കോവിഡ് വന്നു, പ്രളയം വന്നു, അതിനെല്ലാം തരണം ചെയ്യാൻ ജനങ്ങളോടൊപ്പം നിന്നൊരു ഗവൺമെൻറ്റാണ്. അതാണ് ആ 2ാം ഭരണത്തിൻ്റെ ഗുണം കിട്ടിയത്, 2ാം ഭരണത്തിലേക്ക് വരാൻ ഗുണം കിട്ടിയത്. ഇത്തവണ അതല്ല, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെൻറ്, ജനദ്രോഹപരമായ നടപടികൾ മാത്രം സ്വീകരിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ കേരള ജനത തയ്യാറായിരിക്കുകയാണ്.